കുഞ്ഞുട്ടൻ ബ്ലോഗ്സ്. നമ്മൾ ഇന്ന് പടക്കം അൺബോക്സിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. വിഷു പ്രമാണിച്ച് നമ്മൾ 500 രൂപക്കാണ് പടക്കങ്ങൾ മേടിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ മേടിച്ചിരിക്കുന്നത് 5 പാക്കറ്റ്സ് കമ്പിത്തിരിയാണ്. ഒന്നിൽ 10 എണ്ണം ഉണ്ട്. ഈ മൊത്തം കൂടി ഈ 5 പാക്കറ്റ്സും കൂടിയിട്ട് 150 റുപ്യാണ് വില. ഒന്നിൻ്റെ ഒരു പെട്ടിക്ക് 30 രൂപ. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് 2 സ്കൈ ഷോട്ട്സ് ആണ്. ഒന്നിൻ്റെ വില 60 രൂപ. രണ്ടെണ്ണം കൂടി 120 രൂപയാണ് ഗൈസ്. പിന്നെ മേടിച്ചിരിക്കുന്നത് 120 റുപ്യേൻ്റെ പൂക്കുറ്റിയും പിന്നെ 60 രൂപേൻ്റെ ചെറിയ പൂക്കുറ്റിയുമാണ് ഗൈസ് മേടിച്ചിരിക്കുന്നത്. പിന്നെ മേടിച്ചിരിക്കുന്നത് 40 രൂപേൻ്റെ പെൻസിലാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. പൂക്കുറ്റി 10 എണ്ണമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് 10 എണ്ണം ഉണ്ടാകും നോക്കാം. ഉണ്ട് ഗൈസ്. പക്ഷെ ഇതിൽ മാത്രം 11 എണ്ണം ഉണ്ട്. ഒന്ന് എക്സ്ട്രാ കൂടി ഉണ്ട്. അങ്ങനെ മൊത്തം എണ്ണം കൂടിയിട്ട് 51 എണ്ണം ഉണ്ടാവും. ഈ 4 എണ്ണത്തിൽ 10ഉം ഇതിൽ 11 ഉണ്ട്. പിന്നെ മേടിച്ചിരിക്കുന്നത് 5 സ്കൈ ഷോട്ട്സ് ആണ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു സ്കൈ ഷോട്ടാണ് കഴിച്ചത്. നല്ല ക്വാളിറ്റി ഇല്ലാതായിരിക്കും. നമ്മൾ പൊട്ടിക്കുന്ന വീഡിയോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തന്നെ ഇടുന്നതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പൂക്കുറ്റിയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ വലിപ്പമുള്ള ഒരു പൂക്കുറ്റിയാണ് കഴിച്ചത്. പക്ഷെ ഇതിൻ്റെ തിരിക്ക് കൊടുത്താൽ കത്തോന്നാണ് ആൾക്കാരാണ്. കുറച്ച് തിരിയേ ഉള്ളൂ. നമുക്കിത് അൺബോക്സ് ചെയ്യാം. വലിയ പൂക്കുറ്റിക്ക് കുറച്ചൊക്കെ തിരിയുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങനെ നീളം നോക്കാം. രണ്ടും ചിലപ്പോൾ ഒരേ നീളാണ് അല്ല ഗൈസ്. ചെറിയ പൂക്കുറ്റി ഇത്രയില്ല, വലിയ പൂക്കുറ്റി ഇത്രയുണ്ട്. അപ്പോൾ വലിയ പൂക്കുറ്റി കത്തിച്ചാൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നമുക്ക് നോക്കാം. കത്തിക്കുന്ന വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ കാണിക്കുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് പെൻസിൽസ് ആണ് ഗൈസ്. ഒന്നിൽ 10 പീസസ് ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടിലും 10 എണ്ണം ഉണ്ട് ഗൈസ്. ഇത് നല്ല രസമുള്ളൊരു പെൻസിൽസ് ആണ് ഗൈസ്. ഇതിൽ കറക്റ്റ് 10 എണ്ണം ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.